ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ട്യൂസ്ഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ഏട്ടന് നൈറ്റ് ഷിഫ്റ്റ് ആണ്. ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാപ്പിയിൽ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് മത്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചാള. അപ്പോൾ ഞാനത് എഴുന്നേറ്റ് ഉടനെ തന്നെ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുതിർത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ ജിമ്മിൽ പോകാൻ റെഡിയാവാണ്. അപ്പോൾ ഇത് ഏട്ടൻ അതിന് മുന്നുള്ള ഭക്ഷണമാണ്. ഒരു കപ്പ് കാപ്പി, ഒരു ഏത്തപ്പഴം, കുറച്ച് നട്ട്സ്. ബസ് അത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പുള്ളിക്കാരൻ പോയിക്കോളും. കഴിഞ്ഞ ദിവസം ഇവർക്ക് ഒരു 2-3 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓട്ടോഗ്രാഫ് എഴുതുന്നൊരു സെറ്റപ്പില്ലേ, അതുപോലെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് നോക്കി ചിരിക്കണം. എന്താ വെച്ചാൽ അതിൽ ഭൂരിഭാഗം ആൾക്കാരും ഏട്ടന് കൊടുത്തിരിക്കുന്ന കോംപ്ലിമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ണി, കോമഡി, ഹ്യൂമർ ഇതൊക്കെയാണ്. സത്യമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വളിപ്പ് പറയുന്നതിൽ ആരാണ് ഫസ്റ്റ് എന്നൊരു മത്സരം തന്നെയുണ്ട്. ഒരു കോമ്പറ്റീഷൻ ഐറ്റമാണത്. പിന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷൻ ബിഗ് ബോസിനെ പറ്റിയിട്ടാണ്. അവൻ ചെയ്തത് ശരിയായില്ല, ഇവൾ ചെയ്തത് ശരിയായില്ല, അങ്ങനെ പല പല ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏട്ടൻ ദേ ജിമ്മിൽ പോവാണ്. 2:30 ഉണ്ടാവും. നല്ല വെയിലാണ് കേട്ടോ ഈ സമയത്ത്. പിന്നെ ഇങ്ങനെ പോകുമ്പം എനിക്ക് സുഖമാണ്. കാരണം എഴുന്നേറ്റ ഉടനെ തന്നെ ഏട്ടൻ ഏത്തപ്പഴം കഴിച്ചിട്ട് അങ്ങ് പോയിക്കോളൂല്ലോ. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പുള്ളി റിട്ടേൺ വരണ്ടാവുക. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്കും എനിക്ക് സമാധാനമായിട്ട് കാമായിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് ഫിഷൊക്കെ ഓൾറെഡി അവർ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളൊന്നും കൂടെ അങ്ങ് വൃത്തിയാക്കണമല്ലോ, അതാണല്ലോ ഒരു ഇത്. അപ്പോൾ അങ്ങനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാൽക്കുലേഷൻ എന്താ വെച്ചാൽ ഇന്ന് എത്ര എണ്ണം എടുക്കണം, നാളെ എത്ര എണ്ണം എടുക്കണം, ഇന്ന് ഒരാൾ ഇത്ര എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തേക്ക് ഈ കറി ഉണ്ടാകും, അങ്ങനെ പല പല കാൽക്കുലേഷൻസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി എല്ലാം ഇന്ന് എടുക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇന്ന് എടുത്തിട്ട് നമ്മൾ മീൻ മുളകിട്ട് വെക്കാം. ബാക്കി ഒന്നുമില്ലെങ്കിൽ ഫ്രൈ ആക്കാം, അല്ലെങ്കിൽ പൊള്ളിക്കാം എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ പൊള്ളിക്കാൻ വാഴയില വേണമല്ലോ, അത് നടക്കാൻ ഇവിടെ തീരെ ചാൻസ് ഇല്ല. കാരണം സൂപ്പർ മാർക്കറ്റിൽ ദൈവം സഹായിച്ച് ഞാൻ ഇന്നേ വരെ വാഴയില കണ്ടിട്ടില്ല. അപ്പം ഓണമൊക്കെ ആവാറായില്ലോ, അതിന് മുന്നേ അവരുടെ അടുത്ത് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കണം, ഒന്ന് കൊണ്ടുവരാമോ എന്ന്. മീനൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം 1/2 ഗ്ലാസ് അരി കഴുകി കുക്കറിൽ ചോറാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേ. പുളിയുടെ ബോക്സ് തുറന്നപ്പോഴാണ് ഇനി അതിൽ 10-15 അത്രയേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർന്നു. ഇവിടെ ഞാൻ കടയിൽ അതൊന്നും കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടണ പോലത്തെ സംഭവം ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നാട്ടിൽ പോയ സമയത്ത് അത് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് 2 കഷ്ണം എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു, കടുക് പൊട്ടിച്ചു, സവാള അരച്ചതെല്ലാം കൂടി ഇട്ടിട്ട് അവിടെ കിടന്നങ്ങ് വഴരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു തക്കാളി, നല്ല വലിയ തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പുളി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നമുക്ക് നല്ല പോലെ അരച്ച് സെറ്റാക്കി വെക്കാം. ഞാൻ പൊതുവെ തീരെ ക്ഷമയില്ലാത്തൊരു ക്യാരക്ടറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, മുന്നൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ സവാളയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റാനായിട്ടൊന്നും ഞാൻ നിൽക്കില്ല. ഉടനെ തന്നെ മസാലകളിടും. അപ്പം കറികൾക്ക് അത്ര ടേസ്റ്റൊന്നും കിട്ടണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ക്ഷമയൊക്കെ അങ്ങ് പഠിച്ചു. അതുകൊണ്ട് തന്നെ സവാളയൊക്കെ നല്ലപോലെ വഴറ്റി ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷമാണ് ഞാൻ മസാല ആയിക്കോട്ടെ, തക്കാളി ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ കുറച്ച് സമയം കൂടുതൽ വേണം. ഇങ്ങനെ ചെയ്ത് ക്ഷമയൊക്കെ ഞാൻ തനിയങ്ങ് പഠിച്ചു. പിന്നെ അങ്ങനെ മീനൊക്കെ ഇട്ട് അവിടെ സെറ്റാവുന്നുണ്ട്. നമുക്ക് പച്ചക്കറി ആയിട്ട് ഉള്ളത് ബീൻസാണ് കേട്ടോ. ബീൻസ് നല്ലപോലെ നൈസാക്കി അരിയുന്നുണ്ട്. ഇവിടെയുള്ള ബീൻസിൻ്റെ ഒരു ഗുണം, നമ്മുടെ നാട്ടിലാവുമ്പം ബീൻസിന് നാരുണ്ടാവും. അതൊരു എക്സ്ട്രാ ടാസ്ക്കാണ്. ഇവിടെ നാരില്ലാത്തത് കൊണ്ട് എളുപ്പമാണ് ബീൻസ് അരിയാൻ വേണ്ടിയിട്ട്. പിന്നെ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. ബീൻസിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 3 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഞാൻ വേറെ മസാലകളൊന്നും നമ്മുടെ ബീൻസിൽ ആഡ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഫിഷ് കറി എന്തായാലും റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. പിന്നെ ബീൻസ് എല്ലാം ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. വേറെ മസാലകൾ ഒന്നുമില്ല. എനിക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് ബീൻസ് ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ ചെയ്യണതാണ്. അങ്ങനെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഏട്ടന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഫുഡ് കഴിക്കാം. നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. മീൻ പറ്റിച്ചതും അതുപോലെ തന്നെ ബീൻസിൻ്റെ തോരനും. പിന്നെ ഇവിടെ നടക്കുന്ന ഡിസ്കഷൻ എന്താ വെച്ചാൽ, അടുത്ത പ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പം പച്ചക്കറി കുറച്ചും കൂടെ വാങ്ങിക്കണം, ചോറിൻ്റെ അളവ് കുറച്ചിട്ട് പച്ചക്കറി കൂടുതൽ കഴിക്കണം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഡിസ്കഷൻസ് ആഴ്ചയിൽ 2-3 വട്ടം നമ്മൾ നടത്താറുണ്ട്. പക്ഷെ വല്ലപ്പോഴൊക്കെയാണ് അത് പ്രാക്ടിക്കലായിട്ട് നടക്കാറുള്ളൂ കേട്ടോ.
അങ്ങനെ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് അതിനുശേഷം ഒരു കപ്പ് ചായയും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് സമാധാനമായി തൃപ്തിയായി ഉണ്ണി തൃപ്തിയായി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എല്ലാം കഴിഞ്ഞത് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇതെനിക്കൊരു എക്സ്ട്രാ ക്ലീനിങ്ങും കൂടെ ഉണ്ട്. കാരണം നമ്മളിന്ന് മീനൊക്കെ കഴുകിയതല്ലേ, അപ്പോൾ നമ്മുടെ സിങ്കിൽ ആ ഒരു ഉളുമ്പ് നാറ്റം ഉണ്ടാവും. കൂടാതെ ഈ മീനിൻ്റെ ചെറിയ ചെറിയ ചെതമ്പലൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് സ്റ്റക്കായിട്ട് ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മീനൊക്കെ നന്നാക്കി കഴിയുമ്പം അല്ലെങ്കിൽ ചിക്കനൊക്കെ നന്നാക്കി കഴിയുമ്പം എനിക്കുള്ള ഒരു എക്സ്ട്രാ ഒരു പണിയാണിത്. കുറച്ച് ബേക്കിംഗ് സോഡ അതിനുള്ളിലേക്ക് ഇടുക, ഒന്നില്ലെങ്കിൽ നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി, ഇതെല്ലാം കൂടെ അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ അങ്ങ് ഉരച്ചങ്ങ് സെറ്റ് ചെയ്ത് കഴുകുക. നമ്മൾക്ക് മീനിൻ്റെ ഉളുമ്പ് നാറ്റുണ്ടാവില്ല. അതേപോലെ തന്നെ മീനിൻ്റെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ചെതമ്പലോ ഇറച്ചി നമ്മൾ കഴുകുമ്പോഴായിക്കോട്ടെ ചെറിയ ചെറിയ ഇറച്ചിയുടെ പീസൊക്കെ അവിടെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ടല്ലോ, അതെല്ലാം ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറിക്കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം കഴുകാണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അടുക്കളയിൽ കയറുമ്പം ഒരു വൃത്തികെട്ട സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ അപ്പളേ തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരട്ടിപ്പണിയില്ല. ഇപ്പം നാളത്തേക്ക് ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വിനാഗിരി എല്ലാ സാധനങ്ങളും ഇതിനെ ഡബിൾ എടുക്കേണ്ടി വരും. ഉരയ്ക്കേണ്ടതിൻ്റെ എഫേർട്ട് ഞാൻ ഡബിൾ എടുക്കേണ്ടി വരും. ഇപ്പോഴേ തന്നെ അങ്ങ് ചെയ്തു പോയി കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് സംഭവം കഴിഞ്ഞോളും. അപ്പോൾ എന്തായാലും അവിടെ ക്ലീനിങ് കഴിഞ്ഞു. കിച്ചണും ഒരു റൗണ്ടൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 6:30 ആയിട്ടുണ്ടായിരിക്കും. 6 മണി ആയപ്പോഴത്തേക്കും ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു. 6:30 ആയതുകൊണ്ട് തന്നെ വെയിലൊക്കെ ആറി നമ്മുടെ സൂര്യൻകുട്ടനൊക്കെ ടാറ്റ പറഞ്ഞിട്ട് വീട്ടിൽ പോകാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് യൂഷ്വലായിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ.